തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വളരെ സജീവമായിട്ട് UDF-ലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. INTUC ഒരു സീറ്റ് ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള അർഹതയും അവകാശവും ഉണ്ട്. എന്താണ് UDF-ൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന മറുപടി? അല്ല, UDF എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ്. പാർട്ടി ഗൗരവമായിട്ട് അത് ആലോചിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ഒരു ശക്തി സമാഹരിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പരിഗണനയും അതിൻ്റേതായ ഒരു പ്രവർത്തനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറിയട്ടെ, തീരുമാനമാകുന്നല്ലേ ഉള്ളൂ. തീരുമാനമാകുമ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF-നെ അപേക്ഷിച്ച് ഈ തൊഴിലാളി വിഭാഗങ്ങളെ പരിഗണിക്കുന്ന കാര്യത്തിൽ അല്പം പുറകോട്ടാണ് UDF സംവിധാനം എന്ന് അങ്ങേക്ക്? അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളൊക്കെ വരുന്നത് കോൺഗ്രസിൻ്റേതായ പൊതു നയം നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളിലും തൊഴിലാളി വർഗ പ്രതിനിധികൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വിശ്വാസമർപ്പിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൊതുവെയുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം ഇപ്പം മാറ്റിമറിച്ച് കളയുന്നു, തൊഴിലാളി വിരുദ്ധമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എക്കാലത്തും തൊഴിലാളി പക്ഷത്ത് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇടക്കാലത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ട്, അത് അവർ നികത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പാർലമെൻറ്റിൽ ആണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴോ, ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ചർച്ച ചെയ്യുന്നുമില്ല. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പം ചുടുന്ന പോലെ അങ്ങ് ചുട്ടം കൊണ്ടുപോവാണ്. ആരെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് കളയും. നമ്മൾ ജനാധിപത്യത്തിൻ്റെ പുതിയൊരു മുഖമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ തൊഴിലാളി പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അത് വിശകലനം ചെയ്യാനും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിയമങ്ങളെ ഭേദഗതികൾ കൊണ്ടുവരാനും ഒക്കെ ഉള്ള കഴിവ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഉണ്ടായേ മതിയാവും. 16 സീറ്റാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത് കേരളത്തിൽ. അതിലൊരു സീറ്റ് INTUC-ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് INTUC-യുടെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ മണ്ഡലങ്ങളും തൊഴിലാളികളെ സംബന്ധിച്ച് തിളങ്ങാവുന്ന മണ്ഡലങ്ങളാണ്. കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലം 20 നിയോജകമണ്ഡലങ്ങളും തൊഴിലാളികളുടെ പക്ഷം വളരെ ശക്തമാണ്. അല്ല, ആലപ്പുഴയല്ല, 16 സീറ്റ് ഞങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. INTUC 16 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ ഇപ്പോൾ NK പ്രേമേന്ദ്രൻ MP പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ട്. അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ഒരു ഇതര കക്ഷിയായി പങ്കെടുത്തത് NK പ്രേമേന്ദ്രൻ മാത്രമാണ് എന്നുള്ള തരത്തിലൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അതിനോടുള്ള നിലപാട്? ഇന്നലെ രാത്രി മുതലാണ് അതിൻ്റെ വാർത്തകൾ കാണുന്നത്. ചാനലുകളിലും അതുപോലെ ഇന്ന് പത്രങ്ങളിലൊക്കെ ചില പത്രങ്ങളിൽ ആ ഫോട്ടോ കണ്ടു. പ്രധാനമന്ത്രിയോട് അടുത്തിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിട്ടേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച ജയിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഒരു നിലപാടും മനോഭാവവും ഉണ്ടാകുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു. എനിക്കറിയില്ല, അത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല.